ന്യൂസ് 4 തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ കൈമുട്ടിലിഴഞ്ഞ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ 10 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം 7 ദിവസമായി തുടരുകയാണ്. ഈ മാസം 19-ന് അവസാനിക്കുന്ന വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 12 ദിവസം പിന്നിട്ടു. നിരാഹാര സമരം 6 ദിവസവും കടന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ കൈമുട്ടലിഴഞ്ഞ് പ്രതിഷേധിച്ചു. ഒരു പകുതിയെങ്കിലും എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഗവൺമെന്റിനെ അറിയിക്കണമെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കണമല്ലോ. ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കടുത്ത രീതിയിലുള്ള സമരങ്ങൾ, നിരാഹാരം, പിന്നെ ഇപ്പോൾ ഉപ്പിൽ മുട്ടുകുത്തി നിൽക്കലും, ഇന്നിപ്പോൾ മുട്ടിലിറങ്ങിയിട്ട് കണ്ടില്ലേ അങ്ങനെ. പിന്നെ 4 ദിവസം ഞാൻ നിരാഹാരം കിടന്നിരുന്നു, ഹോസ്പിറ്റലായി, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ടാണ്. ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രി അടക്കം കാണാൻ പലപ്പോഴും നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ല. പ്രതിഷേധത്തിന് പിന്നാലെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് പരിഹാരം കണ്ടെത്തുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഇന്നലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞത് നിങ്ങൾക്കുള്ള വേക്കൻസികൾ തരും. 11 മാസമായിട്ടും ആ ഒരു മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൈറ്റിൽ വേക്കൻസി ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് 11 മാസം സെക്രട്ടറിയിൽ കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് കടന്നത്. അത്രയും ബുദ്ധിമുട്ടാണ് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 300-ൽ താഴെ പേര് മാത്രമാണ് നിയമിച്ചത്. കഴിഞ്ഞ ദിവസം ശയന പ്രദക്ഷിണം, കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയുള്ള സമരം തുടങ്ങിയവ നടത്തിയിരുന്നു. പോലീസ് തൊപ്പിക്ക് പകരം പ്ലാവിൽ തൊപ്പി തലയിലേന്തി പ്രതിഷേധിച്ചു. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാത്രി കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.